ഹായ്. ഒരാളിങ്ങനെ കമൻറ്റിൽ ചോദിക്കുകയുണ്ടായി, ഒരു ദിവസം നല്ലപോലെ തുടങ്ങാൻ, ഭംഗിയായി തുടങ്ങാൻ, എല്ലാ കാര്യവും ഭംഗിയായി സംഭവിക്കാൻ നമ്മളെങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടതെന്ന്. ഞാനും ആലോചിച്ചു, ശരിയാണ്, ഇറ്റ്സ് എ വാലിഡ് പോയിൻ്റ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ പറയാൻ പോണ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റിപ്പീറ്റഡ് ആണെന്ന് എനിക്കറിയാം. ആവർത്തത വിരസത ഉണ്ടാവാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. സംഭവം വേറെ ഒന്നുമില്ല, ഒന്ന് രാവിലെ എണീക്കുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ മിനിമം 6 മണിക്കെങ്കിലും എണീക്കുക. 7 മണിയായാലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6:30-ക്കെങ്കിലും എണീക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതുപോലെ രാവിലെ എണീറ്റ് ഉടനെ ഫോൺ നോക്കാതിരിക്കുക. ഫോൺ നോക്കാതിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോണിൽ അലാറം വെച്ച് ഇങ്ങനെ സ്നൂസ് ചെയ്ത് പോകരുത്. അതായത് ഫോൺ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു മറ്റേ കുഞ്ഞ് ക്ലോക്ക് ഇപ്പോൾ മേടിക്കാൻ കിട്ടുമല്ലോ, ടൈം പീസ്. എനിക്ക് തോന്നുന്നു വലിയ പൈസ ഒന്നുമില്ല, 100 രൂപയ്ക്കൊക്കെ അത് മേടിക്കാൻ സാധിക്കും. ടൈം പീസ് മേടിച്ച് അതിൽ അലാറം വെച്ച് അത് നമ്മൾ കിടക്കുന്നത് കുറച്ച് ദൂരോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പോയത് എടുത്ത് ഓഫാക്കുന്ന ഒരു പിന്നെ നമുക്ക് കിടന്ന ഉറക്കം വരാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടൈം പീസ് മേടിക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ടൈം പീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അത് വെച്ച് രാവിലെ എണീക്കുക. ടൈം പീസ് വെച്ച് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ സ്നൂസ് ചെയ്യുന്ന പരിപാടിയും എണീറ്റ് ഉടനെ ഓട്ടോമാറ്റിക്കലി ഫോൺ എടുക്കുന്ന പരിപാടിയും നിൽക്കും. ഈ നല്ലൊരു രാവിലെ നല്ലപോലെ എണീക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഉറക്കം വേണം. നല്ല ഉറക്കം വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം ചെയ്യേണ്ട കാര്യം, പറ്റുമെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിക്കകത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോൺ വയ്ക്കാതെ തന്നെ ഇരിക്കുക. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാകും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിന് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫോൺ ഉപയോഗം നിർത്തുക, സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ റൂമിൻ്റെ വെളിയിൽ വയ്ക്കുക. അത് നിങ്ങളുടെ സ്ലീപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഇന്ന് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. പിന്നെ നമ്മൾ പലരും രാവിലെ എണീച്ച ഉടനെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ചായ കുടിക്കുക എന്ന് പറയുന്നൊരു കാര്യം. എണീച്ച ഉടനെ വേണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം, മുഖം കഴുകാം, പല്ല് തേക്കാം. പക്ഷേ ചായ, കാപ്പി, കോഫി ഒന്നും കുടിക്കരുത്. അത് കുടിക്കുകയേ ചെയ്യില്ലെന്നല്ല പറയുന്നത്, മിനിമം 1 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞിട്ട് കുടിക്കാവുള്ളൂ. അതുവരെ കുറച്ച് നേരം പോയി ഒന്ന് പ്രകൃതി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം എല്ലാവരും ഗ്രാമത്തിലായിരിക്കില്ല ജീവിക്കുന്നത്, പലരും സിറ്റിയിലായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫ്ലാറ്റിലാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ബാൽക്കണിയിൽ 2 ചെടിയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെങ്കിലും പോയി നോക്കുക. അല്ലെങ്കിൽ വെളിയിൽ പോയി ആ സൂര്യപ്രകാശമെങ്കിലും ഒന്ന് നോക്കുക. ഇതാണ് ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യം. ഇത് ആണ് നമ്മുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം. നോക്കൂ, ഈ സാത്വികമായൊരു മനസ്സുണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയ ഡേ ഉണ്ടാവാൻ രാവിലെ എണീക്കണോ, ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതല്ലാതെ നടക്കും. സ്റ്റെബിലിറ്റി ഉള്ളൊരു മനസ്സുള്ള ആൾക്ക് സാധിക്കും, എല്ലാ മനുഷ്യർക്കും സാധിക്കും. ഫുള്ള് സ്ട്രെസ്സിലും ആങ്സൈറ്റിയും മറ്റ് പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡേ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചില ഗിമിക്സുകൾ, ചില റൊട്ടീനുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലത്തെ ഗിമിക്സുകളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് രാവിലെ എണീക്കുക, മിനിമം 6:30-ക്കെങ്കിലും എണീക്കുക. എണീച്ച ഉടനെ വെള്ളം കുടിക്കുക, മുഖം കഴുകുക, ഫോൺ ഉപയോഗിക്കരുത്. ടൈം പീസിലാണ് എണീക്കുന്നതെങ്കിൽ നമുക്ക് സ്നൂസ് ചെയ്യാതെ എണീക്കാൻ സാധിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഒരിക്കൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങരുത്. ഉണർന്നാൽ ഉടനെ അങ്ങ് എണീക്കുക. ഇനി കുറച്ച് നേരം കട്ടിൽ ഇങ്ങനെ കിടക്കാം എന്ന് വിചാരിക്കരുത്. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എണീക്കുക കട്ടിലിൽ നിന്ന്. എണീച്ചിരുന്നോ, എത്ര നേരം വേണം വെറുതെ ഇരുന്ന് ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നെങ്കിൽ ഇരുന്ന് ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷേ അവന് കട്ടിൽ കിടക്കരുത്. എണീച്ചിരുന്ന് വെളിയിൽ പോയി സൂര്യപ്രകാശം കൊള്ളുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ഡിക്കും മറ്റ് പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കും. നമുക്കൊരു വേക്ക്ഫുൾനെസ് തരാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു എന്താ പറയുക, ഒരു സിർക്കേഡിയം റിതം പ്രോപ്പർ ആവാനൊക്കെ ഇത് സഹായിക്കും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾ നേരം എടുത്തു, നമ്മൾ ഉണരേണ്ട സമയമായത് നമ്മുടെ ബ്രെയിനിനെ അറിയിക്കാനൊക്കെ അത് സഹായിക്കും. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് ചിരിക്കുക. ഇപ്പോൾ ക്ലീൻ ഷേവ് അടിച്ചേക്കുന്നത് നല്ല ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് ചിരിക്കുക. എന്നുവെച്ചാൽ ചുമ്മാ ഇരുന്ന് ഹക്ക അങ്ങനെ ചിരിക്കണമെന്ന് ഞാൻ പറയില്ല, ആളുകൾ നമുക്ക് വട്ടാണെന്ന് പറയും. ബേസിക്കലി വെറുതെ ഇരുന്നൊന്ന് പുഞ്ചിരിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട, വെറുതെ പുഞ്ചിരിക്കുക. അതൊരു മെഡിറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് മസിൽസുകൾ പ്രവർത്തിച്ചു കൊണ്ട് സംഭവിക്കുന്ന ഒരു കോൺഷ്യസ് ആക്ടിവിറ്റിയാണ് ഈ സ്മൈലിംഗ് എന്ന് പറയുന്നത്, പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ് ആയി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിൽ നമ്മൾ തന്നെ അറിയാത്ത പല മസിൽസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അത് ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തന്നെയാണ്. പിന്നെ ധ്യാനം ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാത്തവർക്കും ധ്യാനം ചെയ്യുന്നവർക്കും വെറുതെ ചെയ്യാൻ കഴിയുന്ന ഒരു ഈസി മെഡിറ്റേഷനാണ് ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. 1 സെക്കൻഡ് ചെയ്താലും മതി. പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുക. TV കാണാൻ പോകരുത്, ഫോൺ നോക്കാൻ പോകരുത്. നിങ്ങളുടെ ഫസ്റ്റ് കോഫി കഴിയാതെ ഫോണിലേക്കോ ഇതിലേക്കോ ഒന്നും പോകരുത്. അതുവരെ വെറുതെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും
സത്യം പറഞ്ഞാൽ ഞാൻ പറയും വായിക്കുക പോലും ചെയ്യരുത്, പത്രം പോലും വായിക്കരുത്, ഒരു ബുക്ക് എടുത്ത് വായിക്കരുത്, ഒന്നും ചെയ്യരുത്. ഒരു സ്റ്റിമുലേഷനും ബ്രെയിനിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ടി വി, ഫോണ്, ഹോട്ട്സ്റ്റാർ തുടങ്ങി നിങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിമുലേഷൻ ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യന് ബ്രെയിൻ ഇങ്ങനെ ചില കളികൾ കളിക്കും. ബ്രെയിനിന് ചുമ്മാ ഇരുന്ന് ശീലമല്ലേ ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ ബോട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഒരു വായിച്ചു നോക്കാൻ ശ്രമിക്കും. ആ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ആ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ടൊക്കെ ബ്രെയിൻ കിടന്ന് ഓടുന്നതാണ് ഈ സംഭവിക്കുന്നത്. ഞാൻ പറയാം അതുപോലും വായിച്ചു പോകരുത്. അതായത് ഒരു ബോട്ടിൽ കാണുന്ന ഒരു എഴുത്ത് പോലും വായിക്കരുത്, ഒരു ഫോൺ നോക്കരുത്, ഒന്നും ചെയ്യില്ല, ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാതെ കുറച്ച് നേരം എവിടെയും സ്വസ്ഥമായിട്ടിരിക്കുക. ധ്യാനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, മെഡിറ്റേഷൻ, ഫോർമൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. സാത്വിക മനോഭാവമുള്ളവർ അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയും. കാരണം അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും രാവിലെ എണീക്കുക, രാത്രി നേരത്തെ ഉറങ്ങുക, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ സിർക്കേഡിയം റിതം പ്രോപ്പറാക്കുന്നതോടുകൂടി തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഒരു നല്ല ഹൈറ്റൻഡ് ലെവൽ ഓഫ് മൂഡും തരും. അത് നമ്മുടെ സെറോട്ടോണിൻ ഹോർമോണൊക്കെ ബ്രെയിനിൽ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് കാരണം നമുക്ക് രാവിലെ നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ സാധിക്കും. പലർക്കും അറിയാം, ഉറക്കം തെളിയാത്ത ആളുകൾക്ക് രാവിലെ നേരത്തെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ആ ഡേ തന്നെ അവർക്കൊരു ഫുൾ ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മുടെ മൈൻഡ് ബോഡിയിലെ ഹോർമോൺസ് ഒരു ബാലൻസ് ഒക്കെ തെറ്റി കിടക്കുന്നുണ്ട്. അത് കാരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഞാൻ പലരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ എങ്ങനെയാണ് രാവിലെ എണീക്കുക, രാവിലെ എങ്ങനെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. ബേസിക്കലി മനുഷ്യനൊരു ബയോളജിക്കൽ ജീവിയാണ്. ഉറക്കത്തിനും നമ്മുടെ ശരീരത്തിനകത്തുള്ള സിർക്കേഡിയം റിതത്തിനും ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. നമ്മളിനി എന്തൊക്കെ ചെയ്താലും അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എനിക്കൊന്ന് ഏകദേശം 3-4 മില്യൺ വർഷങ്ങളായി മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവി ഭൂമിയിലുണ്ടായിട്ട്, ഈ ഹോമോസാപ്പിയൻസിന് ഒരു ക്ലോക്ക്, അവരുടെ ബോഡിക്കകത്ത് ഒരു സിർക്കേഡിയം റിതം എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റായത് ഇത്രയും വർഷത്തെ ഇവല്യൂഷൻ കൊണ്ടാണ്, അതായത് ഇവോൾവ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ചില മനുഷ്യർ വിചാരിക്കും, ഞാൻ 2 വർഷമായി ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ 5 വർഷമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് അഡാപ്റ്റായി കാണുമെന്ന്. ട്രസ്റ്റ് മീ പീപ്പിൾ, നിങ്ങൾ ഒരിക്കലും അഡാപ്റ്റ് ആവില്ല. അതായത് ഈ ജന്മത്തിൽ എന്തായാലും അഡാപ്റ്റ് ആവാൻ, ഈ ഒരു ഫിസിക്കൽ ലൈഫിൽ അഡാപ്റ്റ് ആവാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇത് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിൻ്റെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഈ അടുത്തിടയ്ക്കാണ് വന്നു തുടങ്ങുന്നത് മനുഷ്യരുടെ ഇടയിൽ. അതിനൊരു 1000, 3000, ചിലപ്പോൾ ഒരു 10,000 വർഷത്തിന് മേലെയൊക്കെ മനുഷ്യൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി മനുഷ്യൻ നോക്ടേണൽ എലിമെൻറ്റ്സ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുമായിരിക്കും. അല്ലാതെ ഇപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ആർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫിസിക്സാണ്. അല്ലെങ്കിൽ നിങ്ങൾ സിദ്ധികളുള്ള എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ശക്തികളുള്ള മനുഷ്യരായിരിക്കും, അവർക്ക് സാധിക്കുമായിരിക്കും. ഞാൻ സാധാരണ മനുഷ്യരെ പറ്റിയാണ് പറയുന്നത്, ഓർഡിനറി ആളുകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കുക. അപ്പോൾ അയ്യോ എൻ്റെ ജോലിയാണ്, എനിക്ക് പ്രാരാബ്ദമുണ്ട്, എനിക്ക് നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വേറെ വഴിയില്ല. നിങ്ങൾക്കൊന്നിലും അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വയ്ക്കാം, ആരോഗ്യം അല്ലെങ്കിൽ ഒരു പ്ലസൻറ്റ് ലൈഫ് വേണ്ടാന്ന് വയ്ക്കാം. ഇനി ചില ആളുകളുണ്ട്, ഞാൻ 5 വർഷമായിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് എടുക്കുന്നത്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പോകുന്നുണ്ട്, ഞാൻ കൃത്യമായിരിക്കുന്നു, എനിക്ക് പ്ലസൻറ്റ് മൂഡുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് ദാറ്റ്, നിങ്ങൾക്കതുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് പവറും അഡാപ്റ്റബിലിറ്റിയും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയതൊക്കെ കൊണ്ടാണ് നിങ്ങളിപ്പോൾ സർവൈവ് ചെയ്ത് പോകുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലോങ് റണ്ണിൽ നിങ്ങൾക്കിതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകും. നിങ്ങളുടെ മൂഡിൻ്റെ കാര്യത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് വിപരീത ഫലം ഉണ്ടാകും, ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 100%, 90% അല്ല ഞാൻ പറയുന്നത്, 100%. സോ രാത്രി ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നേരം ഉറങ്ങുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ രാത്രി തന്നെ ഉറങ്ങിയിരിക്കണം, രാവിലെ നേരത്തെ എണീറ്റിരിക്കണം. ഒരു ബേസിക് ആയിട്ട് പ്ലസൻറ്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ അതാണ് നല്ലത്. പ്രത്യേകിച്ച് ലോങ്ജെവിറ്റി എന്ന് പറയുന്നത്, ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ബ്ലൂ സോൺസും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളെ പറ്റിയൊക്കെ നോക്കിയിട്ടുണ്ട്. അതായത് ഈ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ 100 വയസ്സിൽ കൂടുതലായിട്ട് ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങളെയാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ 5 ബ്ലൂ സോൺസാണ് ഇന്ന് ലോകത്തിൽ നിലവിലുള്ളത്. അവരുടെയൊക്കെ ഒരു റൊട്ടീൻ, അവിടെയുള്ള ആൾക്കാർ ആ റൊട്ടീൻ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ആർക്കും കോമൺലി ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ല. പലരും നോൺ വെജ് ആയിരിക്കും, ചിലർ വെജിറ്റേറിയൻ ആയിരിക്കും, പല സ്ഥലത്തും പല പല ലൈഫ് സ്റ്റൈൽ, പല പല ഫുഡിങ്ങും ഒക്കെയാണ്. പക്ഷേ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇവർ പലരും ഒരു കൂടുതലായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരെല്ലാവരും രാവിലെ എണീക്കുകയും വൈകുന്നേരം നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്നവരായിരിക്കും.
പിന്നെ സോഷ്യലി വളരെ കണക്റ്റഡ് ആയിരിക്കും. അതായത് പരസ്പരം സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയും ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. ഇവരാണ് കൂടുതൽ കാലം ജീവിക്കുന്നതായിട്ട് കാണുന്നത്. അല്ലാതെ ഈ മദ്യപാനം, പുകവലി, വർക്കൗട്ട് ഇതൊന്നും അല്ല ലോങ്ജെവിറ്റി ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് ഈ ബ്ലൂ സോൺസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. കാരണം ബ്ലൂ സോൺസിൽ തന്നെ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ആളുകൾ ജീവിക്കുന്ന സ്ഥലത്തും 100 വയസ്സിന് മേലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 100-ാം വയസ്സിലും സ്ഥിരമായി എല്ലാ ദിവസവും 10-ാം വയസ്സോട് മദ്യപിക്കുന്ന ആളുകൾ സർവൈവ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് 100 വയസ്സിന് മേലെ. അപ്പം എന്താണ് ഈ ലോങ്ജെവിറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു ഐക്കൺ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ജെവിറ്റി സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ രാവിലെ എണീക്കുക, രാത്രി നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നതിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുക. ഇത് രാത്രി കൃത്യമായി ഉറങ്ങാനും രാവിലെ നേരത്തെ എണീക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. ഇതിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അതിനോട് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പലരും ചോദിക്കും, ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടും എനിക്ക് പ്രോപ്പർ ആവുന്നില്ല, എൻ്റെ മൈൻഡ് ലെവൽ പ്രോപ്പർ ആവുന്നില്ല, എൻ്റെ മൂഡ്സും ഒക്കെ ആവുന്നില്ല. സത്യമായി നിങ്ങൾ ഷുഗറൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാൻ നിർത്തിയാൽ മാത്രം മതി. നിങ്ങളുടെ മൂഡിന് ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാവും. ഇനി ചെടിയും പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകലിനെ പറ്റിയും കൂടെ ഞാൻ കുറച്ചുകൂടെ സംസാരിക്കാം. അതായത് രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മളും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് പലപ്പോഴും മനുഷ്യൻ മറന്നു പോകാറുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രകൃതിയുമായി ഇനി ഒരുപാട് ഇടപഴകണം. പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അവയർനെസ് എന്താണ്, ബോധം എന്താണ്, ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു പ്യുവർ ബ്ലിസ് എന്താണെന്ന് ഒരു ചെടിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസി ആയിട്ട്. ഒരു ഇല വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥ യാഥാർത്ഥ്യമെന്ന്. അത് കാണാനുള്ള കണ്ണുണ്ടായാൽ മാത്രം മതി. സോ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രകൃതിയിലേക്ക് നോക്കണം. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ മൂടി കെട്ടി കിടക്കുകയായിരിക്കും, ഭയങ്കര മഴയായിരിക്കും. ചില ദിവസങ്ങളിൽ രാവിലെ നല്ല സൂര്യപ്രകാശം, നല്ല പ്ലസൻ്റ് വൈബ്, ചെടിയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. ചില ദിവസങ്ങളിൽ രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ ഇതെല്ലാം അയ്യോ ഇന്നൊരു മോശപ്പെട്ട ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് നല്ല പ്ലസൻറ്റ് ഡേ ആണ്, ഇന്ന് സണ്ണി ഡേ ആണ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഈ പ്രകൃതിയിലോട്ടൊന്ന് നോക്കുമ്പോൾ അതിനെ വെറുതെ ഒബ്സർവ് ചെയ്താൽ മതി. ലൈക്ക് ഇന്നൊരു നല്ല ദിവസമാണ്, ഇന്നൊരു മോശം ദിവസമാണ്, അങ്ങനെ രാവിലെ എണീച്ച ഉടനെ നമ്മളൊരു ദിവസത്തിനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നമ്മുടെ ദിവസത്തിനെ തെറ്റിക്കുന്ന ഒരു കാര്യം. വെറുതെ ഒബ്സർവ് ചെയ്യുക, എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനൊരു ഓപ്പൺ മനോഭാവം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞല്ലോ, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലിരിക്കുന്ന ഒരു ചെടിയെ നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടിയിൽ തന്നെ വന്നു പോകുന്നൊരു വണ്ടിനെ കണ്ടാൽ മതി പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും ശക്തിയൊക്കെ മനസ്സിലാക്കാൻ. ഇതിനൊക്കെ പുറമേയുള്ള വേറൊരു കാര്യം, ഈ മനുഷ്യർക്ക് പലർക്കും ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി, നമ്മുടെ ഒരു പ്ലഷർ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയും, മറ്റ് പലതിനെ പറ്റിയും കുറ്റം പറയും. ഇപ്പം ഒരു വ്യക്തിയെപ്പറ്റി തന്നെ ആവണമെന്നില്ല കുറ്റം പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ചെടിച്ചട്ടിയെ പറ്റി വരെ കുറ്റം പറയും, അല്ലെങ്കിൽ ഒരു മരുന്നിനെ പറ്റി കുറ്റം പറയും, TV ഷോയെ പറ്റി കുറ്റം പറയും, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഹോളിവുഡിൽ ഒരു സിനിമ കാണാൻ പറ്റി വരെ നമ്മൾ കുറ്റം പറയും. ചെയ്യരുത്. നിങ്ങളുടെ ദിവസങ്ങൾ മനോഹരമാവണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മനോഹരമാവണമെങ്കിൽ നിങ്ങളെല്ലാത്തിനോടും ഒരു സ്നേഹമുള്ള മനോഭാവം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ നാളെ രാവിലെ എണീച്ച് പോയി സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വളരെ പാടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പക്ഷേ അവരെ പറ്റി സംസാരിക്കുന്നതിനെ ഒഴിവാക്കൂ, അവരെ കാണുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കൂ. ഇനി എങ്ങനെ കാണേണ്ടി വന്നാലും അവരോട് നിങ്ങൾക്കൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. അവരെ പറ്റി വേറൊരാളത്ത് പോയി കുറ്റം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഈ നമ്മളായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ആ ഒരു സെൽഫ് ഇലൂഷൻ എടുത്ത് ഉപയോഗിക്കാനല്ല. ലൈക്ക് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി എന്ത് അനാവശ്യവും പറയും, കാരണം ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയുടെ കാര്യമാണ്. അതായിട്ടിരിക്കാനല്ല പറയുന്നത്. സ്വാഭാവികമായി ഒരു സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് പലർക്കും ഗ്രാസ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി ചെയ്യുക. അതായത് രാവിലെ എണീക്കുക, എണീച്ച ഉടനെ ഫോൺ നോക്കാതിരിക്കുക, മിനിമം 1 മണിക്കൂർ ഫോൺ നോക്കാതിരിക്കുക, 1 മണിക്കൂറത്തേക്കെങ്കിലും കോഫി കുടിക്കാതിരിക്കുക, 1 മണിക്കൂർ നേരത്തേക്ക് ഒന്നും വായിക്കാതിരിക്കുക. ലൈക്ക് ഒരു ന്യൂസ് പേപ്പർ പോലും വായിക്കരുത്. ആ 1 മണിക്കൂർ, ആ 1 മണിക്കൂർ ഫ്രീ ആയി വിടുക. ഇത് വീട്ടു ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ ചെയ്തോ. എനിക്കൊന്ന് ഏറ്റവും നല്ലൊരു കാര്യം, രാവിലെ ലൈക്ക് ചിലർക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. അതായത് രാവിലെ എണീച്ച ഉടനെ അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. പ്രകൃതിയെ നോക്കി അതിരിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറഞ്ഞാൽ, നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. വീട് ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക.
ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഡേ തുടങ്ങുന്നത് നമ്മുടെ മൈൻഡിനൊരു കാംനെസ്സും ഒരു അവെയർനെസ്സിൻ്റെ ഒരു റൈസിങ്ങും ഒക്കെ തരും. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് ചെയ്യുക. എന്നിട്ട് പറ്റുമെങ്കിൽ ആരെ പറ്റി ഒന്നിനെ പറ്റി കുറ്റം പറയാതിരിക്കുക, കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുക. നല്ലത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലത് പറയാൻ പറ്റിയ നല്ല കാര്യം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറ്റം പറയാതിരുന്നാൽ മാത്രം മതി. ഈ മോഹൻലാലൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം എപ്പോഴും പറയും ലൈക്ക് നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. അയാൾ ആരെയും കുറ്റം പറയാറില്ല. അതൊരു വാസ്തവമാണ്. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മോഹൻലാൽ ആരെ പറ്റിയും കുറ്റം പറയാറില്ല. അദ്ദേഹം ആരോട് ദേഷ്യം വന്നു പോകും. മനുഷ്യനാണ്, ഓബിയസ്ലി സംഭവിക്കും. പക്ഷേ അദ്ദേഹം മാക്സിമം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും വേറൊരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കാറില്ല. പലരും ചെയ്യാത്തൊരു കാര്യം ഇതാണ്. ഞാൻ ആരെ പറ്റി കുറ്റം പറയുന്നില്ലല്ലോ, ഞാൻ അവർ പറയുന്നത് കേൾക്കുകയല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ഗോസിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലഷർ സെൻസേഷൻ, ഒരു ആവശ്യമില്ലാത്ത സെൻസേഷൻ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സെൻസേഷൻ കൊണ്ട് തന്നെയാണ് ഈ ഗോസിപ്പ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഞാൻ പറയും ഒരിക്കലും അത് കേൾക്കാൻ തയ്യാറാവരുത്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ് പറയാൻ ആളുണ്ടാകുന്നത്. സോ ഗോസിപ്പ് മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കരുത്. എസ്പെഷ്യലി വേറൊരാളുടെ കുറ്റമാണെങ്കിൽ. ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറ്റം പറയുന്നത് കേൾക്കുന്നതെങ്കിലും അവോയ്ഡ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ ഒരു ദിവസം ഇത് ചെയ്താൽ മതി, നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തരും. ഒറ്റ ദിവസം ട്രൈ ചെയ്ത് നോക്കുക. ഒരേ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ആ മോർണിംഗ് റൊട്ടീനെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളെ സഹായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.